എന്താ പ്രതവേട്ട? എനിക്ക് ഒരു കാര്യം അവനോട് പറയാനുണ്ട്. ഋതികയുടെ കാര്യമാ. എല്ലാം യാവനിക്കറിയാമല്ലോ. മകളാണെങ്കിലും ഒരു വെളിപ്പാടകലെ മാത്രമേ ഞാൻ അവളെ നിർത്തിയിട്ടുള്ളൂ. ഒരച്ഛന്റെ സ്നേഹമൊന്നും എനിക്ക് അവൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എനിക്കതൊരു ഉത്തരവില്ല. അവളെനിക്ക് സ്നേഹിക്കണമെന്ന് തോന്നിയിട്ടില്ല. ചിലപ്പോഴൊക്കെ ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, ഞാനൊരു അച്ഛനാണോ എന്ന്. അവളുടെ അമ്മയോടുള്ള പകയോ വൈരാഗ്യമൊക്കെ കൊണ്ടായിരിക്കാം എനിക്ക് അവളെ സ്നേഹിക്കാൻ പറ്റാതെ പോയത്. ഏട്ടനീ പറഞ്ഞ കാര്യം എനിക്കും തോന്നിയിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഉള്ളത് പറയാലോ, എനിക്ക് ഏട്ടനോട് സ്നേഹവും ബഹുമാനമൊക്കെ തന്നെയാ. പക്ഷേ ഏട്ടൻ മോളോട് പെരുമാറുന്ന കണ്ട് എനിക്ക് ഏട്ടനോട് വെറുപ്പ് തോന്നിയിട്ടുണ്ട്. എനിക്കറിയാം യാമിനി, ഞാൻ പലപ്പോഴും ആത്മപരിശോധന നടത്തിയിട്ടുമുണ്ട്. മകളെ സ്നേഹിക്കാൻ കഴിയാതെ പോയ ഒരു അച്ഛനാണല്ലോ ഞാനെന്ന്. തിരക്കുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ഒരു ന്യായം കണ്ടെത്തി സ്വയം എസ്കേപ്പ് ചെയ്യാം. പക്ഷേ അതല്ലല്ലോ യാമിനി സത്യം. അച്ഛനെന്ന് പറഞ്ഞ അവൾക്ക് ജീവനാ. അവളുടെ ലോകം ഏട്ടന് ചുറ്റിപ്പറ്റിയുള്ളതാ. അമ്മയിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ സ്നേഹം കിട്ടാത്ത അവള് അച്ഛന്റെ സ്നേഹം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതും അവൾക്ക് കിട്ടിയില്ല. ഞാൻ കുമ്പസരിക്കും പോലെ യാമിനോട് പറഞ്ഞതല്ലേ, എനിക്കതിന് പറ്റിയിട്ടില്ല. എന്റെ മാനസികാവസ്ഥ അങ്ങനെ ആയിപ്പോയി. ഇനി അവളെ സ്നേഹിക്കാൻ കഴിയുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഞാനിപ്പോ യാമിനിയെ വിളിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. ഇനി താമസം വേണ്ട യാമിനി. ഋതികയുടെ കല്യാണം നമുക്ക് വേഗം നടത്തണം. യാമിനിയുടെ ഈ നോട്ടത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. രണ്ട് തരത്തില് രണ്ട് കല്യാണം മുടങ്ങിയത് അവളുടെ. ഒന്നിപ്പഴിച്ച മൂന്നെന്നാണല്ലോ പ്രമാണം. അതുകൊണ്ട് ഇനി തീരുമാനിക്കുന്ന കല്യാണമെങ്കിലും ഭംഗിയായി നടത്തണം, നാടറിഞ്ഞ് നടത്തണം. അവൾക്ക് ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരനെ കൊണ്ടേ നമ്മൾ അവളെ വിവാഹം നടത്തൂ. അതിപ്പോ ആരായാലും. എനിക്ക് സന്തോഷായിട്ടാ. മോള് കോളേജിൽ പോയിരിക്കാം, തിരിച്ചു വരട്ടെ, ഞാൻ അവളോട് സംസാരിക്കാം.